പൊതുയോഗം നടക്കുന്ന സ്റ്റേജിൽ ഇങ്ങോട്ട് കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. നല്ലവരായ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് കടന്നു വരണം. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാക്കൂട്ടം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിന് പറയാനുള്ള വാക്ക് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ തിരിച്ചു ചോദ്യം നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുമ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധത്തെ പോരാട്ടത്തിന് വേണ്ടിയുള്ള അതിശക്തവും ഐതിഹാസികവുമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നാൽ ആ നിലപാടുകളെ അംഗീകരിക്കാൻ മലപ്പട്ടത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരുടെ ഭയപ്പാടിന്റെ പുറകിൽ. ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഏതൊക്കെ ഘട്ടങ്ങളിൽ പോരാട്ടം നടത്തിയിട്ടുണ്ടോ ആ പോരാട്ടങ്ങളെല്ലാം മലപ്പട്ടത്തിന്റെ മണ്ണിൽ ഉൾപ്പെടെ വിജയിച്ച ചരിത്രമാണെങ്കിൽ ഈ ഐതിഹാസികമായ സമര പോരാട്ടം ഈ കമ്മ്യൂണിസ്റ്റ് മണ്ണിൽ വിജയിപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഈ നാടംഗീകരിക്കുന്ന ജനകീയ നായകൻ. നമുക്കറിയാലോ, പാലക്കാട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒരുക്കിക്കൊണ്ട് പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തെ പരാജയപ്പെടുത്താൻ ഏതൊക്കെ വഴികൾ സ്വീകരിച്ചു, ലക്ഷ്യത്തിലെത്താൻ ഏത് മാർഗവും സ്വീകരിക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് അജണ്ടയുടെ ഭാഗമായി കള്ളപ്പണത്തിന്റെയും പൊള്ളത്തരത്തിന്റെയും കുതന്ത്രങ്ങൾ ഒരുക്കി ഈ ചെറുപ്പക്കാരനെ പരാജയപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നിലേക്ക് അദ്ദേഹം ഇപ്പോ കടന്നു വരുമ്പോ ഒന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞു, നടക്കാൻ അനുവദിക്കാതെയിടത്ത് നടക്കാനാണ് തീരുമാനം, കൊടി ഉയർത്താൻ അനുവദിക്കാതെയിടത്ത് കൊടി ഉയർത്താനാണ് തീരുമാനം. ആ തീരുമാനത്തിന്റെ പുറകിലാണ് കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ എന്ന് അടിവരയിട്ടുകൊണ്ട് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സിന്ദാബാദ് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ള സഹപ്രവർത്തകർ, ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്. നിയമപാലകരുടെ നിർദ്ദേശം, പോലീസിന്റെ നിർദ്ദേശം അനുസരിക്കണം.